കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ നീലേശ്വരം പേരോൽ ITIയിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. കുണ്ടാർ AUP സ്കൂളിലായിരിക്കും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ വോട്ട് രേഖപ്പെടുത്തുക. മണ്ഡലത്തിൽ വോട്ടില്ലാത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യാശ്ശേരി മേഖലയിലെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കും. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പ്രമുഖർ ഏത് ബൂത്ത് കേന്ദ്രത്തിൽ വോട്ട് രേഖപ്പെടുത്തുമെന്ന ജിജ്ഞാസയിലായിരുന്നു പ്രവർത്തകർ. ബൂത്ത് തിരിക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതോടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഏത് ബൂത്തിൽ വോട്ട് ചെയ്യുമെന്ന കാര്യം വ്യക്തമായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ രാവിലെ 7 മണിക്ക് നീലേശ്വരം പേരോൽ ITIയിൽ സമ്മതിദാന അവകാശം നിർവഹിക്കും. കുണ്ടാർ AUP സ്കൂളിലായിരിക്കും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി രാവിലെ 7 മണിക്ക് വോട്ട് രേഖപ്പെടുത്തുക. മണ്ഡലത്തിൽ വോട്ടില്ലാത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യാശ്ശേരി മേഖലയിലെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കും. കല്യാശ്ശേരി മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ടുകൾ നടക്കുവാൻ സാധ്യതയുണ്ടെന്നും ഈ സാഹചര്യത്തിലാണ് കല്യാശ്ശേരി മേഖലകളിലെ ബൂത്തുകൾ സന്ദർശിക്കുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ജില്ലയിലെ മറ്റൊരു പ്രമുഖനായ മന്ത്രി E ചന്ദ്രശേഖരൻ കോളിയടുക്കം GUP സ്കൂളിൽ രാവിലെ 8 മണിക്ക് വോട്ട് രേഖപ്പെടുത്തുവാനെത്തും. പ്രവർത്തകർക്ക് ആവേശം മാത്രമല്ല, സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിലൂടെ മാതൃകയും പകർന്നു നൽകിയാണ് പ്രമുഖർ വോട്ട് ചെയ്യുവാനെത്തുന്നത്. പ്രമുഖർ വോട്ട് ചെയ്യാനെത്തുന്ന ബൂത്തുകളിൽ പ്രവർത്തകരുടെ ആവേശം അണപൊട്ടിയൊഴുകും. ഈ സാഹചര്യത്തിൽ ഇത്തരം ബൂത്തുകളിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളായിരിക്കും ഏർപ്പെടുത്തുക. ന്യൂസ് ഡെസ്ക് KCN.